LNP റിനോവബിൾ സിസ്റ്റംസ് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഇത് നമ്മൾ ഡ്രോൺ, അതായത് അൺമാൻഡ് ആർട്ടിഫിഷ്യൽ ബേസിക്സിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. സ്പെഷ്യലി നമ്മൾ രണ്ട് പാർട്ടായിട്ട് സ്പ്ലിറ്റാക്കിയിട്ടുണ്ട്, പാർട്ട് 1 പാർട്ട് 2 എന്ന് പറഞ്ഞിട്ട്. പാർട്ട് 1 നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത്, ഡ്രോൺ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ സബ്സിസ്റ്റംസ് എന്തൊക്കെയാണ്, എങ്ങനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ഇതല്ലാതെ ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡ്രോൺസിനെ കുറിച്ചും എങ്ങനെ അതിൻ്റെ വിങ്സ് അനുസരിച്ച് നമ്മൾ അതിനെ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. ഇത് മാത്രമല്ലാതെ ഒരു മൾട്ടിമോട്ടർ ഡ്രോൺസ് എന്താണ്, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് എന്താണെന്നൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ അറിയേണ്ട കാര്യം ഡ്രോൺ. ഡ്രോൺ എന്ന് പറയുന്നത് എന്താണ്, അതായത് ഇതിനെ നമ്മൾ അൺമാൻഡ് എയർ വെഹിക്കിൾ എന്ന് പറയും, UAV. അതായത് അൺമാൻഡ് എയർ വെഹിക്കിൾ, ആ വേർഡിൽ നമ്മൾ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും ഇതൊരു ഡ്രോണാണ്, ഇതൊരു എയർക്രാഫ്റ്റ് ആണ്, ഇതിൽ ഹ്യൂമൻ പൈലറ്റ് ഉണ്ടാവത്തില്ല, ക്രൂ ഉണ്ടാവത്തില്ല, പാസഞ്ചേഴ്സ് ഒന്നും ഉണ്ടാവത്തില്ല. ഇതിൽ ബേസിക് ആയിട്ടുള്ള ചില കോമ്പണൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ റിസീവേഴ്സ്, ട്രാൻസ്മിറ്റേഴ്സ്, മോട്ടാർസ്, പ്രൊപ്പല്ലേഴ്സ്, ഇലക്ട്രിക്കൽ സ്പീഡ് കൺട്രോൾ മോട്ടാർസ്, സ്പീഡ് കൺട്രോളേഴ്സ്, മെയിൻ കൺട്രോളേഴ്സ്, സെൻസേഴ്സ് എന്ന് പറഞ്ഞ് കുറേ കാര്യങ്ങൾ ഇതിൽ ഉണ്ടാവും. ഇപ്പോൾ ഇതിൻ്റെ സബ്സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനെ 3 കാറ്റഗറി ആയിട്ട് സ്പ്ലിറ്റ് ആക്കാം. ഒന്ന് ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി, മറ്റൊന്ന് ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറഞ്ഞ കാറ്റഗറി, അടുത്തതായിട്ട് നോക്കുമ്പോൾ ഇതിൻ്റെ സ്റ്റോറേജ്. ഇങ്ങനെ 3 ഇമ്പോർട്ടൻറ്റ് കോമ്പണൻസ് ഇതിലുണ്ട്. ഇത് മാത്രമല്ലാതെ നോക്കുമ്പോൾ കൺട്രോളേഴ്സ് ഉറപ്പായിട്ട് അതിൽ ഉണ്ടാവും. ഈ കൺട്രോളേഴ്സിനെ നമ്മൾ ഫ്ലൈറ്റ് സ്റ്റാക്ക് എന്ന് പറയും, അല്ലെങ്കിൽ മറ്റൊരു പേര് ഫ്ലൈറ്റ് സ്റ്റാക്ക് അല്ലെങ്കിൽ ഓട്ടോ പൈലറ്റ് എന്ന് പറഞ്ഞ് നമുക്ക് പറയാൻ പറ്റും. ഫസ്റ്റ് ഇൻപുട്ട് ഡിവൈസിൽ എന്തൊക്കെ ഉണ്ടാകുന്ന പറഞ്ഞാൽ ടച്ച് പാനൽ, കീബോർഡ്, മൗസ്, മൈക്രോസ്കോപ്പ്, ക്യാമറ, സെൻസാർസ്, റിമോട്ട് കൺട്രോൾ, ഇതെല്ലാം ഇൻപുട്ട് കാറ്റഗറീസ് വരും. ഔട്ട്പുട്ട് കാറ്റഗറീസ് എന്തൊക്കെ വരും എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ, സ്പീക്കേഴ്സ്, മോട്ടോർസ്, ഫാൻസ്, TVs, ഇതെല്ലാം ഔട്ട്പുട്ട് ഡിവൈസ് കാറ്റഗറീസ് വരും. മെമ്മറി നോക്കുമ്പോൾ നമ്മൾ നോർമൽ ഫ്ലാഷ് യൂസ് ചെയ്യാം, ഹാർഡ് ഡിസ്ക് യൂസ് ചെയ്യാം, SSD ഡ്രൈവ്സ്, അതായത് സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്സ് നമുക്ക് നവഡേയ്സ് യൂസ് ചെയ്യുന്നുണ്ട് ഇൻഡസ്ട്രീസിൽ. ഇത് മാത്രമല്ലാതെ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് ഉറപ്പായിട്ട് യൂസ് ചെയ്യും. കമ്മ്യൂണിക്കേഷനിലെ കാറ്റഗറീസ് നോക്കുമ്പോൾ നമ്മൾ വയർഡ് ലാൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വയർലെസ് ലാൻ, 4G, 3G, LTE നെറ്റ്വർക്ക്, നമുക്ക് GPS വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മളുടെ ഇൻറ്റൻഡഡ് അപ്ലിക്കേഷൻ എക്സാമ്പിൾ ഒരു സർവൈലൻസിന് വേണ്ടി ഒരു ഡ്രോൺ യൂസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇതിൽ എന്തൊക്കെ എക്യുപ്മെന്റ്സ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ഹൈ റെസൊല്യൂഷൻ ക്യാമറ ഉണ്ടാവും. അടുത്തത് SOC, അതായത് സിസ്റ്റം ഓൺ ചിപ്സ് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ഇതിനെ ഡിസൈൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരു ഹൈ സ്പീഡ് ഡേറ്റനെ കളക്ട് ചെയ്തിട്ട് ഇമീഡിയറ്റ് ആയിട്ട് അത് ലൈവ് റെക്കോർഡിങ്ങിന് ഷെയർ ചെയ്യണം ത്രൂ വയർലെസ് കമ്മ്യൂണിക്കേഷൻ മോഡ്യൂൾസ്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനെ എങ്ങനെ ഡിസൈൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരു ഹൈ സ്പീഡ് ഡേറ്റ ഒരു SOC സിസ്റ്റം ഓൺ ചിപ്സിനും ക്യാമറ മോഡ്യൂളിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ഇത് മാത്രമല്ലാതെ ഇതിൽ ചില വയർലെസ് മോഡ്യൂൾസ് ആയ Wi-Fi, 3G, 4G മോഡ്യൂൾസ് നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ആവശ്യമുള്ള മെമ്മറി, ഇന്റേണൽ സ്റ്റോറേജ്, സെൻസാർസ്, ഫ്ലൈറ്റ് കൺട്രോളേഴ്സ്, ബേസിക് അത് ഒരു സർവൈലൻസ് ഡ്രോണിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. അപ്പോൾ ഈ സോഫ്റ്റ്വെയർസ് നോക്കുമ്പോൾ നമുക്ക് 4 ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മുടെ ഫേംവെയർ കമ്പോണൻസ് എന്ന് പറയുന്നത് ബേസിക് ആണ്. അടുത്തതായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന OSും അതിന് ആവശ്യമുള്ള ഡ്രൈവേഴ്സും, അതേപോലെ സെൻസാർസ്, നേവിഗേഷൻ, കൺട്രോളിന് ആവശ്യമുള്ള സോഫ്റ്റ്വെയർസ്, അപ്ലിക്കേഷൻ സ്പെസിഫിക് കോമ്പണൻസ് ആവശ്യമുള്ള സോഫ്റ്റ്വെയർ, ഇതെല്ലാമേ വന്നിട്ട് സോഫ്റ്റ്വെയറിൻ്റെ കാറ്റഗറിയിൽ വരും. അടുത്തതായിട്ട് മെക്കാനിക്കൽ. മെക്കാനിക്കൽ ഡിസൈൻസ് സിസ്റ്റംസ് നോക്കുമ്പോൾ എൻക്ലോഷേഴ്സ്, അതേപോലെ ഇതിന്റെ ഫോം ഫാക്ടർ. അടുത്തത് ID ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അതെന്താണ് ID എന്ന് പറയുന്നത് മറ്റൊന്നുമില്ല, ഇൻഡസ്ട്രിയൽ ഡിസൈൻ ആണ്. ഇത് ഈ ID ആണ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത് ഡ്രോൺ കാണാൻ എങ്ങനെ ഇരിക്കാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് വന്നിട്ട് 3 മാത്രം ഇരിക്കുന്ന ട്രൈകോപ്റ്റേഴ്സ് ഉണ്ട് ഇൻഡസ്ട്രിയിൽ. X ഷേപ്പിൽ ഇരിക്കുന്ന ഫ്രെയിംസ് ഉണ്ട്, H ഷേപ്പിൽ ഇരിക്കുന്ന ഫ്രെയിംസ് ഉണ്ട്. ഇതാണ് തീരുമാനിക്കാൻ പോകുന്നത് നമ്മളെ ഡ്രോൺ കാണാൻ എങ്ങനെ ഇരിക്കാൻ പോകുന്നത് പറഞ്ഞിട്ട്. ഇപ്പോൾ ഈ പറഞ്ഞ X ഫ്രെയിമിലായാലും ശരി, H ഫ്രെയിമിലായാലും ശരി, നമ്മൾ മോട്ടോർസിനെയും പ്രൊപ്പലേഴ്സിനെയും വന്നിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. മോട്ടോർസിനെയും പ്രൊപ്പലേഴ്സിനെയും വന്നിട്ട് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് നോക്കുമ്പോൾ PCBA വന്ന് ഒരു പ്ലാസ്റ്റിക് ഒരു എൻക്ലോഷൻ്റെ ഉള്ളിൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റും. ഇത് മാത്രമല്ലാതെ പ്രൊപ്പലർ, മോട്ടർ, PCBA, ഫ്ലൈറ്റ് കൺട്രോളേഴ്സ്, ബാറ്ററീസ് എല്ലാം വന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ എൻക്ലോസ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതിനെ വന്നിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യാം. എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം എന്ന് പറഞ്ഞാൽ ഇതിന് വെയിറ്റിനനുസരിച്ച് ഇത് എത്ര ദൂരത്ത് ഫ്ലൈ ചെയ്യും, എത്ര ഹൈറ്റിൽ ഇത് ഫ്ലൈ ചെയ്യും, ഇതിൻ്റെ ആൾട്ടിറ്റ്യൂഡ് എന്താണ്, അതേപോലെ എത്ര ഡിഗ്രി ഓഫ് ഓട്ടോണമി ഇതിനുള്ളിലുണ്ട്, ഇതിൻ്റെ ഓപ്പറേഷൻ റോൾ എന്താണ്, ഇതിനനുസരിച്ച് നമ്മൾ ഈ പറഞ്ഞ ഡ്രോൺസിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ വെയിറ്റിനനുസരിച്ച് നമ്മൾ ക്ലാസിഫൈ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതിൽ 5 കാറ്റഗറീസ് ഉണ്ട്. അതായത് നാനോ എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്. ഇതെന്ന് പറയുമ്പോൾ 250 ഗ്രാംസിൻ്റെ ഉള്ളിലുണ്ടാവും.
ഈ MAV അതായത് മൈക്രോ എയർ വെഹിക്കിൾ എന്ന് പറഞ്ഞ കാറ്റഗറി ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ 250 ഗ്രാംസിൽ നിന്ന് 2 കിലോഗ്രാംസിന് ഇതിലുണ്ടാവും. അടുത്തത് മിനിയേച്ചർ UAV അല്ലെങ്കിൽ SUAV, സ്മോൾ അൺമാൻ എയർ വെഹിക്കിൾ. ഇതിന്റെ കാറ്റഗറി നോക്കുമ്പോൾ 2 നിന്ന് 25 കിലോ വരെ ഉണ്ടാവും. മീഡിയം കാറ്റഗറി എന്ന് പറയുമ്പോൾ 25 നിന്ന് 150 കിലോഗ്രാംസ് വരെ ഉണ്ടാവും. ലാർജ് കാറ്റഗറി എന്ന് പറയുമ്പോൾ 150 കിലോന്റെ മുകളിൽ ഇരിക്കുന്നതെല്ലാം ലാർജ് കാറ്റഗറീസ് വരും. ഓക്കെ, സോ വെയിറ്റ് അനുസരിച്ച് ടോട്ടൽ 5 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അടുത്തതായത് ഡിഗ്രി ഓഫ് ഓട്ടോണമി. ഈ ഡിഗ്രി ഓഫ് ഓട്ടോണമി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ എക്സാമ്പിൾ ഒരു മിഷൻ ഉണ്ടെന്ന് വെക്കാം. ഓക്കെ, നമ്മളൊരു മിലിറ്ററി ആപ്ലിക്കേഷൻ ആണെന്ന് വെക്കാം. ഒരു ടാർഗറ്റിനെ അത് പോയിട്ട് അറ്റാക്ക് ചെയ്തിട്ട് തിരിച്ചു വരും. സോ ഇതിൽ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ടാർഗറ്റ് അറ്റാക്ക് ചെയ്യുന്നവരെ പ്രിസോഴ്സ് ആയിട്ട് യാതൊരു മിസ്റ്റേക്ക് ഇല്ലാതെ അറ്റാക്ക് ചെയ്യുന്നവരെ നമ്മൾ ഹ്യൂമൻസ് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അറ്റാക്കിങ് കഴിഞ്ഞതിന് ശേഷം ബാക്ക് ടു ബേസ് അത് ഓട്ടോമാറ്റിക് ആയിട്ട് വരാനുള്ള ഓട്ടോണമി പ്രോഗ്രാം നമ്മൾ അതിൽ ഫിക്സ് ആക്കി വെച്ചെന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് ടാർഗറ്റ് അച്ചീവ് ചെയ്തതിന് ശേഷം, മിഷൻ അച്ചീവ് ചെയ്തതിന് ശേഷം ഓട്ടോമാറ്റിക് ആയിട്ട് ബാക്ക് ടു ബേസ് വരാൻ പറ്റും. ഇതാണ് ഈ പറഞ്ഞ ഓട്ടോണമിനെ നമ്മൾ ഡിഫൈൻ ചെയ്യാം. നമുക്ക് എങ്ങനെ ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യണം, അല്ലെങ്കിൽ വന്നിട്ട് ഹൈബ്രിഡ് ആയിട്ട് ചെയ്യണം. ഓക്കെ, ഇങ്ങനെയുള്ള ഡിഗ്രി ഓഫ് ഓട്ടോണമി നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തതായിട്ട് ആൾട്ടിറ്റ്യൂഡിനെ വെച്ചിട്ട് നമ്മുടെ ഇൻഡസ്ട്രിയിൽ കുറെ കാറ്റഗറീസ് വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുമ്പോൾ ഹാൻഡ് ഹെൽഡ് ആണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ 2000 അടി ഹൈറ്റിൽ നമുക്ക് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ഹാൻഡ് ഹെൽഡ് ആണ്. അതായത് നമ്മൾ നോക്കുമ്പോൾ 600 മീറ്റേഴ്സ് വരെ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റും. ഇതിന്റെ റേഞ്ച് കവറേജ് എന്ന് പറയുമ്പോൾ 2 കിലോമീറ്റർ റേഞ്ചിനെ കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തത് ക്ലോസ് ടൈപ്പ് എന്ന് പറഞ്ഞു. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വന്നിട്ട് ഇതിന്റെ ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുമ്പോൾ 5000 അടി ഹൈറ്റിൽ പറക്കാൻ പറ്റും. ഓക്കെ, അതായത് 1500 മീറ്റേഴ്സ് ആൾട്ടിറ്റ്യൂഡാണ്. ഇതിന്റെ കിലോമീറ്റർ റേഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾ വന്ന് 10 കിലോമീറ്റർ റേഞ്ച് വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അടുത്തത് നാറ്റോ ടൈപ്പ് എന്ന് ഒന്നുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 10,000 ഫീറ്റ് ഹൈറ്റ് വരെ നമ്മൾ പറക്കാൻ പറ്റും. ഈ പറഞ്ഞ ഡ്രോണിന് 10,000 ഫീറ്റ് ഹൈറ്റ് വരെ ഇത് പോകും. അതായത് 3000 മീറ്റേഴ്സ് ഹൈറ്റ് പറക്കും. ഇതിന്റെ കവറേജ് റേഞ്ച് എന്ന് പറയുമ്പോൾ ടോട്ടലി നോക്കുമ്പോൾ 50 കിലോമീറ്റേഴ്സ് ആണ്. ഓക്കെ, അടുത്തതായിട്ടുള്ള കാറ്റഗറി എന്ന് പറയുമ്പോൾ ടാക്ടിക്കൽ ടൈപ്പ് ആണ്. ഈ ടാക്ടിക്കൽ ടൈപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 18,000 ഹൈറ്റ് ആൾട്ടിറ്റ്യൂഡിൽ പറക്കാൻ പറ്റും. അതായത് 5500 മീറ്റേഴ്സ്. സ്പെസിഫിക് ആയിട്ട് പറയണമെങ്കിൽ ഇതിന്റെ കിലോമീറ്റർ കവറിംഗ് റേഞ്ച് എന്ന് നോക്കുമ്പോൾ 160 കിലോമീറ്റേഴ്സ് ആണ്. ഓക്കെ, അടുത്തതായിട്ടുള്ള കാറ്റഗറി എന്ന് പറയുമ്പോൾ മെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡ്യൂറൻസ് ടൈപ്പ് ആണ്. ഇത് 30,000 അടി ഹൈറ്റ് വരെ നമ്മൾ ഈ പറഞ്ഞ ഡ്രോൺ വന്ന് പറക്കും. ഓക്കെ, അതായത് ഫ്ലൈ ചെയ്യും. അതായത് 9000 മീറ്റേഴ്സ് റേഞ്ച്. ഇതിന്റെ ടോട്ടൽ കവറിംഗ് റേഞ്ച് എന്ന് പറഞ്ഞാൽ 200 കിലോമീറ്റർ ആണ്. അതായത് 200 കിലോമീറ്റർ ദൂരത്തിലിരുന്ന് വരെ നമ്മൾ ഒരു ഡ്രോൺസിനെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തതായിട്ടുള്ള മോഡൽ എന്ന് പറഞ്ഞാൽ ഹെയിലാണ്. ഹൈ ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡ്യൂറൻസ് ആണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 30,000 അടിന്റെ മുകളിൽ ഉള്ള എല്ലാ ആപ്ലിക്കേഷനും ഹെയിൽ നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, റേഞ്ച് എന്ന് പറയുന്നത് ഇൻഡെഫിനിറ്റ് ആണ്. എവിടെ വേണമെങ്കിലും നമ്മൾ ചെയ്യാൻ പറ്റും, ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് ഹൈപ്പർസോണിക്, ഹൈ സ്പീഡ്, സൂപ്പർ സോണിക് ഇങ്ങനെ എന്ന് പറഞ്ഞ വെറൈറ്റീസിൽ, അതായത് 50,000 അടി ഉയരങ്ങൾ, 15,200 മീറ്റർ ഉയരങ്ങൾ നമ്മൾ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഇതുപോലത്തെ ഡ്രോൺസിന് യൂസ് ചെയ്യാൻ പറ്റും. ഈവൻ ഓർബിറ്റൽ ലോ എർത്ത് ഓർബിറ്റ് ഡ്രോൺസ് വരെ മാർക്കറ്റിലുണ്ട്. അതേപോലെ ഡ്രോൺസിനെ മറ്റു വിധമായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യും. എങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ടൈപ്പ് ഓഫ് മിഷന് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നതാണ്. എക്സാമ്പിൾ കോമ്പാക്ട് വേണം, ഹൈ മിഷൻ റിസ്ക് ആണെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ അൺമാൻഡ് കോമ്പാക്ട് ആർ വെഹിക്കിൾസിനെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് കാണാൻ പ്ലെയിൻ മാതിരിയാണ്, പക്ഷേ പ്ലെയിൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ട ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ലോജിസ്റ്റിക് ആപ്ലിക്കേഷൻസ് ആണ്. ലോജിസ്റ്റിക്കിൽ ഫോർ എക്സാമ്പിൾ അമേസോൺ, ഡൊമിനോസിനൊക്കെ നമ്മൾ നോക്കുമ്പോൾ നവഡേസ് ഫുഡ് ഡെലിവറിക്ക്, ഓക്കെ, ഫുഡ് മാത്രമല്ല നമ്മൾ ആവശ്യമുള്ള ഗുഡ്സിന് കൺസേൺ സ്ഥലത്ത് നിന്ന് ഡെലിവറി ചെയ്യാൻ, ഓക്കെ, നവഡേസ് അമേസോണിൽ ഓൾറെഡി ഇവർ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഡ്രോൺസിനെ. ഈവൻ ഡൊമിനോസിൽ പിസ്സ ഡെലിവറി വരെ ഒരു ഡ്രോൺ ചെയ്യാൻ പറ്റും. ഓക്കെ, കാരണം എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ പണികൾക്ക് ഫ്യൂച്ചറിൽ ആൾക്കാരുണ്ടാവത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഉറപ്പായിട്ട് ഈ പണി ആര് ചെയ്താവണം? ഡ്രോൺസ് തന്നെ ചെയ്താവണം. അപ്പോൾ ഇത്രയും കൂടെ നമ്മുടെ ട്രാഫിക് ഫ്രീ ആയിട്ട്, ഓക്കെ, ഓൺ ടൈം ഡെലിവറീസ് ഫുഡ്സ് ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് സിവിൽ ഡ്രോൺസ് എന്ന് പറയുമ്പോൾ അഗ്രികൾച്ചർ ഫീൽഡ്സിനെ മോണിറ്റർ ചെയ്യാനും അവിടെയുള്ള കാര്യങ്ങൾ ഡേറ്റാസിനെ കളക്ട് ചെയ്യാനും ഏരിയൽ ഫോട്ടോഗ്രാഫി എടുക്കാനും നമ്മൾ സിവിൽ ഡ്രോൺസിനെ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അടുത്തതായിട്ടുള്ള റീകോണസൈൻസ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വന്ന് മിഷൻ കൺട്രോൾ ഡ്രോൺസ് ആണ്. ഇത് കാണാൻ ഭയങ്കര ചെറുതായിട്ടുണ്ടാവും. ഓക്കെ, ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഓക്കെ, ഒരു
ബാറ്റിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ ബാറ്റിൽ ഫീൽഡ് എനിമിയുടെ ബാറ്റിൽ ഫീൽഡിൽ പോയിട്ട് അവിടെയുള്ള ഇൻഫർമേഷൻസിനെ കളക്ട് ചെയ്യാൻ നമ്മൾ ഈ പറഞ്ഞ റീകോൺസെൻസ് സയൻസിനെ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇത് ഈസി ആയിട്ട് നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, ടാർഗറ്റ് ആൻഡ് ഡിക്കോയിങ് ടൈപ്പ് എന്ന് പറയുന്നത് ഇത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇത് പ്യൂർലി കോമ്പാക്ട് വെഹിക്കിൾസ് ആണ്. ഹൈ റിസ്ക് മിഷൻസിലാണ് ഈ പറഞ്ഞ ടാർഗറ്റ് ആൻഡ് ഡിക്കോയ്സിനെ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. ഓക്കെ, അത് മാത്രമില്ലാതെ ഇതിൽ ചിലപ്പോൾ ഏരിയൽ ഗണറിങ് കൂടെ കൊടുത്തിട്ടുണ്ടാവും. സപ്പോസ് എനിമീസ് അറ്റാക്ക് ചെയ്യുമ്പോൾ ടാർഗറ്റിനെ തിരിച്ച് അറ്റാക്ക് ചെയ്യാനും ഈ പറഞ്ഞ ഡ്രോൺസ് നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടിരിക്കും. ഓക്കെ, ഈവൻ നമ്മുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്സിലുമേ വന്നിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈവൻ ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യാൻ വരെ നമ്മുടെ ഡ്രോൺസിനെ ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതേപോലെ നമ്മൾ ഇതിന് ഉള്ള വിങ്സിനനുസരിച്ച് നമ്മൾ ഇതിനെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ഫിക്സ്ഡ് വിങ് ടൈപ്പ് ആണ് ഈ പറഞ്ഞത്. ഇത് കാണാൻ എയറോപ്ലെയിൻ മാതിരി ഉണ്ടാവും. പക്ഷേ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞേക്കാം. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ആകെ ഒരു മോട്ടറേ ഉള്ളൂ. ഓക്കെ, ബാറ്ററി ഭയങ്കര കുറവാണ്. അപ്പോൾ നമുക്ക് ഇതിനെ ഈസി ആയിട്ട് ഇതിന് ആവശ്യമുള്ള പവർ കൺസപ്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര കുറവാണ്. ഓക്കെ, പക്ഷേ ഇതിനെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമുക്ക് ബേസിക് ആയിട്ട് എയറോഡൈനമിക്സിന്റെ നോളജ് ആവശ്യമുണ്ടാവും. ഓക്കെ, അതേ വന്നിട്ട് നമ്മൾ റോട്ടർ ടൈപ്പ്, സിംഗിൾ റോട്ടർ ടൈപ്പ്, മൾട്ടി റോട്ടർ ടൈപ്പ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ചെറുതായിട്ട് നമ്മൾ ഒരു R&D ചെയ്ത് നമ്മൾ പഠിക്കാൻ പറ്റും. ഓക്കെ, ഇതിന്റെ അഡ്വാൻറ്റേജ് ഇതാണ്. ഓക്കെ, നമ്മൾ പ്രോപ്പറായിട്ട് ഇത് ട്രെയിൻ ചെയ്തെന്ന് പറഞ്ഞാൽ ഏറ്റവും അധിക ഉയരങ്ങൾ വരെ ഹൈ ആൾട്ടിറ്റ്യൂഡ്സിൽ ഈ പറഞ്ഞ ഫിക്സ്ഡ് വിങ്സിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, റൊട്ടേറ്ററി വിങ്സ് എന്ന് പറയുന്നത് നമ്മൾ റോട്ടർ എത്ര റോട്ടർ ഉണ്ടോ അതിനനുസരിച്ച് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. സിംഗിൾ റോട്ടർ ടൈപ്പ് ഉണ്ട്, മൾട്ടി റോട്ടർ ടൈപ്പ് ഉണ്ട്. ഈ പറഞ്ഞ സിംഗിൾ റോട്ടർ ടൈപ്പ് കാണാൻ ഹെലികോപ്റ്റർ പോലെ ഉണ്ടാവും. ഓക്കെ, ഇത് വന്നിട്ട് ഹോവറിങ് ആൻഡ് ഡയറക്ഷൻ ചേഞ്ചിങ് എന്ന് പറയുന്നത് ഇത്തിരി എളുപ്പമാണ്. പക്ഷേ അധികമായിട്ടുള്ള ഒരു വെർട്ടിക്കൽ മൂവ്മെന്റ്സ് പെട്ടെന്ന് ഇതിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയുള്ള സാഹചര്യത്തിൽ മാത്രമാണ് ഈ സിംഗിൾ ഡ്രോൺസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഈ മൾട്ടി റോട്ടർ എന്ന് പറയുന്നത് മറ്റൊന്നുമില്ല, എത്ര വിങ്സ് ഉണ്ടോ അതിനനുസരിച്ച് നമ്മൾ ഇതിനെ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. ട്രൈകോപ്റ്റർ എന്ന് പറയുന്നത് T ഷേപ്പിൽ ഉണ്ടാവും. ആകെ 3 പ്രൊപ്പലേഴ്സ് മാത്രമേ ഇതിലുണ്ടാവുള്ളൂ. ക്വാഡ് കോപ്റ്റേഴ്സ് എന്ന് പറയുന്നത് 4 റോട്ടേഴ്സ് ഇതിലുണ്ടാവും. ഓക്കെ, അതേപോലെ ഓക്ടോ കോപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ടോട്ടലി 8 റോട്ടേഴ്സ് ഉണ്ടാവും. ഓക്കെ, ക്വാഡ് കോപ്റ്റേഴ്സിൽ 4 എണ്ണം ഉണ്ടാവുള്ളൂ. അതേപോലെ ഹെക്സാ കോപ്റ്റേഴ്സ് എന്ന് പറയുന്നതിൽ ടോട്ടലി നോക്കുമ്പോൾ 6 എണ്ണം ഉണ്ടാവും. ഓക്കെ, സോ മൾട്ടി റോട്ടേഴ്സ് വന്ന് ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യുന്നത് ഭയങ്കര ഈസിയാണ്. എത്ര പേലോഡ് ഡെലിവറിക്ക് നമ്മൾ ഇതിന് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, പക്ഷേ ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് നോക്കുമ്പോൾ പവർ കൺസപ്ഷൻ കൂടുതലാണ് ഇതിൽ. ഓക്കെ, ഇപ്പോൾ ടൈപ്പ് ഓഫ് മോട്ടോഴ്സിനെ കുറിച്ച് നമ്മൾ നോക്കി. ഓക്കെ, ഇതിൽ എന്തൊക്കെ വെറൈറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ നോക്കിയിട്ടുണ്ട്. പർപ്പസിനനുസരിച്ച് നമ്മളിത് മാറ്റാൻ പറ്റും. അതേപോലെ നമ്മുടെ മാർക്കറ്റിൽ എന്ന് പറയുമ്പോൾ റെഡി ടു ഫ്ലൈ ടൈപ്പും ഉണ്ട്. ഓക്കെ, നമ്മൾ ഒന്നും ചെയ്യേണ്ട, വെറുതെ മേടിച്ച് നമുക്ക് യൂസ് ചെയ്യാം. ബൈൻഡ് ആൻഡ് ഫ്ലൈ ടൈപ്പിൽ ട്രാൻസ്മിറ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, നമ്മൾ വേണമെങ്കിൽ അത് മേടിച്ച് അസംബിൾ ചെയ്യാൻ പറ്റും. ഓൾമോസ്റ്റ് റെഡി ടു ഫ്ലൈ എന്ന് പറയുമ്പോൾ ഇത് എളുപ്പമാണ് ഫ്ലൈ ചെയ്യിപ്പിക്കുന്നത്. പക്ഷേ ചില എന്തെങ്കിലും പാർട്ട് മിസ്സായിട്ടുണ്ടാവും, അത് ആവശ്യമുള്ളത് നമ്മൾ മേടിച്ച് ഇത് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അടുത്തതായിട്ട് ഈ പറഞ്ഞ പ്രൊപ്പലേഴ്സിൽ കുറെ വെറൈറ്റീസ് ഉണ്ട്. പ്ലാസ്റ്റിക് ഉണ്ട്, ഫൈബേഴ്സ് ഉണ്ട്, നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സോ നമ്മുടെ പ്രോജക്റ്റിന്റെ കോസ്റ്റ് എന്താണ്, നമ്മുടെ റിക്വയർമെന്റ് എന്താണ്, അതിനനുസരിച്ച് നമ്മൾ ഈ പറഞ്ഞ കാറ്റഗറീസിൽ നമ്മൾ ചൂസ് ചെയ്യാൻ പറ്റും. നന്ദി, മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൂടെ ഷെയർ ചെയ്യുക. ഞങ്ങൾ LNP റിന്യൂവബിൾ സിസ്റ്റമാറ്റിക് ഞങ്ങളെ വന്നിട്ട് PLC പ്രോഗ്രാമിംഗ് ട്രെയിനിങ്, ഓക്കെ, ആക്സസ് കൺട്രോൾ സിസ്റ്റം, ബിൽഡിംഗ് ഓട്ടോമേഷൻ സിസ്റ്റം, GCC കൺട്രിയിൽ പണിയെടുക്കുന്നു. ഇതിനാവശ്യമുള്ള ബേസിക് ട്രെയിനിങ്സ് ഞങ്ങൾ കൊടുക്കാറുണ്ട്. ഇത് മാത്രമില്ലാതെ നിങ്ങൾക്ക് കൺസൾട്ടൻസി സപ്പോർട്ട്സ് വേണം, ഡിസൈൻ സപ്പോർട്ട്സ് വേണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഈ പറഞ്ഞ പാർട്ട് 1 and 2 രണ്ടിനെയും എന്ന് പറഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൽ നമ്മൾ ഈ പറഞ്ഞ പ്ലേലിസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഡ്രോൺസ് അൺമാൻഡ് ആർമിക്കൽ പാർട്ട് 1 to 2 മലയാളം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് പാർട്ട് 1 and 2 നിങ്ങൾ നോക്കാൻ പറ്റും. നന്ദി.